ഞാൻ ഇന്നിവിടെ ഒരു ചേമ്പിലേൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ചേമ്പിൻ്റെ തളിര ഇല എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ആ ഏറ്റവും ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന ഇലയിലുള്ള ആ ഇലകളാണ് എടുക്കുക. അത് അങ്ങനത്തെ ഇലകൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഈ കട്ടിയുള്ള ഭാഗമൊക്കെ ഒഴിവാക്കിയെടുക്കണേ. എന്നിട്ട് വേണം അത് അരിഞ്ഞെടുക്കാൻ. അങ്ങനത്തെ കട്ടിയുള്ള ഭാഗം ഒഴിവാക്കിയെടുക്കുക, എന്നിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇത് ചെറുതാക്കി പൊടിയായിട്ട് നമ്മൾ ചീരയൊക്കെ അരിയില്ലേ അതേമാതിരി അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചതച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരം, കുറച്ച് കാന്താരി, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കരിവേപ്പില, ഇത്രയും സാധനം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അതും കൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കൂ, ഇല ഇങ്ങനെ കീറിയെടുക്കണേ. ഇതാ ഇങ്ങനെ കീറി ഇതിൻ്റെ കട്ടിയുള്ള ഭാഗമൊക്കെ ഒഴിവായിക്കോളൂ കേട്ടോ. അത് നല്ലതാണ്, ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനത്തെ കട്ടിയുള്ള ഇതിങ്ങനെ ചെറിയതൊന്നും എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് കട്ടിയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ കീറി എടുത്തോളൂ കേട്ടോ. അതാ ഞാനിങ്ങനെ കീറി വെച്ചിരിക്കുന്നു, ഇങ്ങനെ കീറി എടുത്തോളൂ കേട്ടോ. ഇതാ ഇല അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാ ഇതേമാതിരി ചെറുതാക്കി അരിഞ്ഞെടുക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഇനി കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ചെടുത്തത് ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചേമ്പിൻ്റെ ഇല അരിയുമ്പോൾ എല്ലാവരും ഒന്നുകിൽ ഗ്ലൗസ് ഇടുക, അല്ലെങ്കിൽ കയ്യിൽ എണ്ണ പരട്ടണേ. ചിലർക്ക് ചേമ്പിൻ്റെ ചൊറിയും, പക്ഷെ ഇത് ചൊറിയുന്നൊന്നുമില്ല കേട്ടോ. അരിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ എല്ലാവരും ചിലരിട്ട് നോക്കണം, ചൊറിയുന്ന ആൾക്കാരിട്ട് നോക്കണേ. ഇനി ഇത് നമുക്ക് ചതച്ച് വെച്ച ഇതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ വേറൊരു സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റിൽ അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ. എന്നിട്ട് കാണിച്ചു തരാം അതിലെന്താ ഒരു ചേരുവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഞാനൊന്ന് ഇതിൽ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളെ ചേമ്പിൻ്റെ ഇലയും നാളികേരം, ചെറിയ ഉള്ളി, കാന്താരി മുളക് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത്. ഇതാ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ മുന്നേ ഞാൻ ചേമ്പിൻ്റെ താള്, ചേനേൻ്റെ താള് ഒക്കെ എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിക്കുന്നത്. പിന്നെ ചേനേൻ്റെ ഇലേൻ്റെ ഉപ്പേരി ഉണ്ടാക്കി തോരൻ വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കാണാത്ത ആളുണ്ട്, കണ്ടു നോക്കണേ. ഞാനതൊക്കെ ഇട്ടിരിക്കുന്നു, വീഡിയോ ചെയ്തിരിക്കുന്നു കേട്ടോ. പിന്നെ ചേമ്പിൻ്റെ ഇലേൻ്റെ തോരൻ വെച്ചിട്ടില്ലായിരുന്നു, അതാണ് ഇന്ന് ചെയ്യുന്നത്. ഇനി ഞാൻ വേറൊരു ഇതും കൂടെ നാളെ ഇടുന്നുണ്ട് കേട്ടോ. ചേമ്പിൻ്റെ തന്നെ വെച്ചിട്ട് അതും അങ്ങനെ അധികം ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പോൾ അത് നാളെ ഇട്ട് തരാം കേട്ടോ. ഇത് ഞാനിവിടെ തട്ടി പൊത്തി വയ്ക്കുന്നുണ്ട്. ഒന്ന് തട്ടി പൊത്തി വയ്ക്കട്ടെ കേട്ടോ. അങ്ങനെ ഇനി ഞാൻ ഒരു ഇതുണ്ടാക്കാനുള്ള ഒരു പാത്രം എടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു ഗോൾഡൻ നിറം കേട്ടോ. ഒന്ന് ഉഴുന്നുപരിപ്പ് മൂട്ടിക്കിനെ ഇനി ഇതിലേക്ക് ഇല ഇട്ട് കൊടുക്കുകയാണേ. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലൊരു മണം കേട്ടോ. ഇളക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഒന്ന് അടച്ചു വെക്കട്ടോ. ഇനി
ഇതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇല അരിഞ്ഞുണ്ടാക്കിയാൽ അപ്പോൾ ആൾക്കനുസരിച്ചിട്ട് ഇല കിട്ടുന്നിടത്തോളം ഉണ്ടാക്കാം കേട്ടോ. എത്രയോ വേണ്ട അവനാണ് എത്ര വീട്ടിൽ അംഗത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതവിടെ ഞാനൊന്ന് നാളികേരം കൂടെ ചേർത്ത്, അത്രയും നാളികേരം കൂടെ ചേർത്തിട്ട് ഇത്രയേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും കൂടെ വെള്ളം വരിഞ്ഞാൽ മതി കേട്ടോ. വെള്ളമൊന്നും ഒട്ടും ഒഴിക്കരുത്. പിന്നെ കയ്യിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധ വേണം അരിയുമ്പം. പിന്നെ ചൊറിച്ചിലൊക്കെ നോക്കിയിട്ട് വെളിച്ചെണ്ണ പുരട്ടണമെന്നുള്ളൊരു പുരട്ടാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്ത് തരണേ. നോക്കട്ടോ, നമ്മൾ തോരൻ ഇവിടെ റെഡി ആയിക്കുന്നേ. നല്ലോണം വെന്ത് പാകമായിരിക്കുന്നു. ഞാൻ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. നല്ല ഉപ്പ്, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ലോണം ഉപ്പൊക്കെ ഉണ്ട്. നമ്മളൊരു സാധനം ഇതിൽ ഇടണം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താന്ന്. ഞാൻ കുറച്ച് കടലപ്പരിപ്പാണ് വേവിച്ചത്, അതും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. രണ്ട് മിനിറ്റ് ഇതൊന്ന് മുളകൊക്കെ ഒന്ന് കടലപ്പരിപ്പ് പിടിക്കണം. തുറന്ന് നോക്കാം കേട്ടോ. ചേമ്പിൻ്റെ ഇലേൻ്റെ തോര ഇവിടെ റെഡി ആയിരിക്കുന്നേ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗ്യാസ് ഓഫ് ആക്കട്ടെ. നമ്മൾ ചേമ്പിലേൻ്റെ തോര ഇവിടെ റെഡി ആയിരിക്കുന്നേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്.